കേരള ഡിലൈറ്റ്സ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള. കേരളത്തിന്റെ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക്. ലോഞ്ചിങ് സൂൺ ഇൻ യൂറോ, അയർലൻഡ്, USA ആൻഡ് കാനഡ. 39 വർഷം പഴക്കമുള്ള വിമാനത്തിലാണ് ഞാനിന്ന് പോകാൻ പോകുന്നത്. എന്റെ ദൈവം എന്തിനാണോ ഒരു കുഞ്ഞു വിമാനം ഗൈസ്. ശകടം സ്റ്റാർട്ടായി ഗൈസ്. പലക സീറ്റിലാണ് ആ പുള്ളി ഇരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന ഒരു രാജ്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ചേട്ടനെ ഈ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പേടിയായി എനിക്ക് അത്ര. ടക്സൺ കൈക്കോസി വന്നിട്ട് കരിക്കിടുകയാണ്. സമയം രാവിലെ 6:45. നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ അടുത്ത രാജ്യത്തേക്ക്, ടക്സൺ കൈക്കോസ്. 3 ദിവസം ഞാൻ താമസിച്ച ഇവിടുത്തെ Airbnb ആയിരുന്നത്. സോ എവറിത്തിങ് ഞാൻ എല്ലാം എടുത്തു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വൃത്തിയാക്കിയിട്ടു. ഓൾ ഗുഡ്, ഓൾ സെറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നോയൽ രാവിലെ പുറത്തു നിന്നിപ്പുണ്ട്. ഇതൊക്കെ പിന്നെ ഓട്ടോമാറ്റിക് ലോക്ക് ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹോസ്റ്റിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് പോവാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ടച്ചിലൊക്കെ ചാർജ് ചെയ്തിട്ടിരിക്കുന്നുണ്ടല്ലോ അവിടെ. ഞാൻ എൻ്റെ ഹോസ്റ്റിന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട്. അവരെ എണീറ്റില്ലെന്ന് തോന്നുന്നു രാവിലെ. എല്ലായിടത്തും വിചാരിക്കുന്നു. രാവിലെ റോഡിലൊക്കെ നല്ല തിരക്കാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ രാത്രി നേരത്തെ കിടന്ന് രാവിലെ എണീക്കുന്ന ആൾക്കാരാണോ? അവിടുത്തെ രാവിലത്തെ ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും. ഓക്കെ, എത്തിയോ? സോ ഫാസ്റ്റ്. പറപ്പിച്ച് വിട്ട് നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ലിൻഡൻ പെൻലിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ടിന്റെ പേര്. ലിൻഡൻ പെൻലിംഗ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാദർ ഓഫ് ദ നേഷൻ ആണ്, അല്ലെങ്കിൽ ഇവരുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോ my parents send their regards. താങ്ക് യു സോ മച്ച്. അവരോട് അന്വേഷണം പറയൂ. അപ്പോൾ താങ്ക്സ് ഫോർ സ്പെൻഡിങ് ഫ്യൂ ഡേയ്സ് വിത്ത് മീ. It's nice meeting you. എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നാട്ടിൽ വരണം. 15 വർഷമായില്ലേ നാട്ടിൽ പോയിട്ട് ഇല്ലേ? സോ നാട്ടിൽ വരണം. നാട്ടിൽ വരുമ്പം തീർച്ചയായും എന്നെ വിളിക്കണം. നെക്സ്റ്റ് ഇയർ മാർച്ചിലാണെങ്കിലും എപ്പോഴാണെങ്കിലും വരണം. വരുമ്പോൾ എന്നെ വിളിക്കണം. ഓക്കെ, സീ യു മാൻ. ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്. ബൈ. രാവിലെ എയർപോർട്ടൊക്കെ വിജനമാണല്ലോ. എൻ്റെ ഫ്ലൈറ്റ് രാവിലെ 7:15 എന്ന് എനിക്കറിയാം. ഭാഗ്യത്തിന് ക്യാൻസലേഷനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഇവിടെ അടുത്ത ദിവസങ്ങളിൽ സ്റ്റോം വരും എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റോം വന്നു കഴിഞ്ഞാൽ പിന്നെ വിമാനങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. സോ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. നമ്മളിപ്പോൾ പോകുന്നത് ഇന്റർ കരീബിയൻ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു എയർലൈനിലാണ്. ഇനി അങ്ങോട്ട് നമ്മൾ മിക്ക ഐലൻഡുകളിലേക്ക് പോകാൻ പോകുന്നത് ആ എയർലൈനിലായിരിക്കും. അത് കരീബിയൻ്റെ ദ്വീപുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കുട്ടി വിമാനങ്ങളായിരിക്കും ഇന്റർ കരീബിയൻ എയർലൈൻസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ടക്സൺ കൈക്കോസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ്. അത് നമ്മുടെ ബർമുഡ പോലെ തന്നെ ഒരു രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയാണ്. പക്ഷേ അവിടെ US ഡോളറാണ് യൂസ് ചെയ്യുന്നത്, ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. 95% ബ്ലാക്സ് ആണ്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകത ഉണ്ട്. സോ ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ബർമുഡ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എവിടെയാണ് നമ്മുടെ ഇന്റർ കരീബിയൻ? അവിടെ കാണുന്നില്ലല്ലോ. പൊള്ളിച്ചേക്കട്ടെ. ഹായ്, വെർ ഇസ് ദ ചെക്ക് ഇൻ ഫോർ ഇന്റർ കരീബിയൻ? Oh, it's over in the A terminal. Another one? That way. Last building that way. Okay. Yeah. Okay, thank you. അത് അപ്പുറത്താണ്. ഇത് അമേരിക്കയ്ക്ക് മാത്രം പോകുന്ന ഫ്ലൈറ്റുകളാണ് ഇവിടെ നിന്ന് പോകുന്നത്. US ഡിപ്പാർച്ചേഴ്സ് ഓൺലി. ഇവിടെ വേറെ ടെർമിനലുണ്ട്. കുറച്ച് നടക്കേണ്ടി വരും അങ്ങോട്ട്. ഇവിടെ വേറെ ഒരു ടെർമിനൽ ഉണ്ടായിരുന്നു. ഈ ടെർമിനലിൽ നിന്നാണ് നമ്മുടെ വിമാനം പോകുന്നത്. തൊട്ടിപ്പുറത്ത് തന്നെ ഉള്ളത്. ഇത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇന്റർ കരീബിയൻ. എവിടെ? ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? I'm sorry? Providenciales. Yeah. No, tourist. ഇപ്പോൾ നമുക്ക് ബോർഡിംഗ് പാസും അതേപോലെ തന്നെ അവിടെ ടക്സൺ കൈക്കോസ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫോം ഫില്ല് ചെയ്യണം. ആ ഫോമും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. വേറെ സംഭവങ്ങളൊന്നുമില്ല. അവർ നമ്മുടെ ഒരു റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും. നമ്മൾ എങ്ങോട്ടാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോകുന്നത് ആ ടിക്കറ്റ് നമുക്ക് കാണിച്ചു കൊടുക്കണം. ടക്സൺ കൈക്കോസ് ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ US വിസ ഉള്ളവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. വേറെ വിസ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. US വിസ ഉണ്ടെങ്കിൽ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കരീബിയൻ രാജ്യങ്ങളിലും നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. അങ്ങനെ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്ത് വന്നു. ഇവിടെ ഡിപ്പാർച്ചർ ഇമിഗ്രേഷൻ ഇല്ല കേട്ടോ. നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് പോകുന്നത്. ആകെ US പോകുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചധികം എന്തെങ്കിലുമൊക്കെ ഫോർമാലിറ്റീസ് ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ല. അത് കൊള്ളാലും ഇതിനകത്ത് ക്യാഷ് ചെയ്യണ്ടല്ലോ. ഈ സംഭവങ്ങളാണ് ഇവിടുത്തെ പ്രധാന സാധനങ്ങളെന്ന് പറയുന്നത്. ബക്കാഡി സുപ്പീരിയർ, ബക്കാഡി സ്പൈസ്ഡ്, ഇതൊക്കെ റമ്മാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചില്ല. റം കേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. റം കേക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഇറ്റ്സ് വെരി ഫേമസ് ഹിയർ. ഞാൻ ഇത് ഒരെണ്ണം കഴിക്കും, ഒരെണ്ണം വി ക്യാൻ ഗിഫ്റ്റ് ഇറ്റ് ടു സംവൺ അല്ലേ. അതിന് വേണ്ടിയാണ് വാങ്ങിച്ചത്. ഇതും ഈ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് സാധനമാണ്. കരീബിയൻ റം കേക്ക് എന്നും പറഞ്ഞുകൊണ്ട്. എന്തൊക്കെ സാധനങ്ങളായിരിക്കുന്നതെന്ന് എനിക്ക് ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ഇവിടുത്തെ എക്സ്പെൻസീവ് സാധനങ്ങളാണ്. ടക്കിലയാണ് ഈ കാണുന്നത്. $139 ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ആ ബോട്ടിൽ കണ്ടോ? ഓ വാവ്, എന്തല്ലേ ഇതെന്തത്? എന്തോ ഒരു ഡ്രാഗൺ പോലെയുണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഒരു എക്സ്പെൻസീവ് ഡ്രിങ്ക്സ്.
ഇതൊക്കെ $40. ഇത് ബോൾബൺ വിസ്കി. എയർപോർട്ടിൽ വെച്ചൊരു സർപ്രൈസ്. എയർപോർട്ടിൽ വെച്ചൊരു സർപ്രൈസ്. നിങ്ങൾ ടാക്സൺ കൈക്കോസിലാണോ? ഞാൻ അങ്ങോട്ട് പോവാ. ഞാൻ 2 ദിവസം അവിടെ ഉണ്ടാവും. പ്രോവിലേക്ക്. നിങ്ങൾ എവിടെയാ? ആ ഓക്കെ. ആ ശരി. എന്ത് ചെയ്യുന്നു അവിടെ? ഞാനിവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട്. ഓക്കെ. നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അത് ശരി. ഓക്കെ, വെരി ഗുഡ്. എത്ര വർഷമായി? ഞങ്ങൾ വന്നിട്ട് 2007 വന്നായിരുന്നു. ആ, കുറെ വർഷമായി. ഞങ്ങൾ ആദ്യം ഗ്രാൻഡ് ട്രക്കിലായിരുന്നു. എവിടെ? അത് അവിടെ തന്നെയുള്ള വേറൊരു ഐലൻഡ് അല്ലേ? മറ്റേ അവിടെ അല്ലേ ഷിപ്പൊക്കെ വരുന്നത്? ആണോ? അല്ലേ? ആ, പക്ഷെ അവിടേക്ക് ഫ്ലൈ ചെയ്ത് പോകണം. ഓക്കെ. ഇവിടെ 3 days ഉണ്ടായിരുന്നു. കാണാറുണ്ട്. ആദ്യം ഞങ്ങളുടെ മോനായിരുന്നു അത് ശരി. കണ്ട. അപ്പൊ ഞങ്ങള് അവൻ കണ്ട് ഞങ്ങളും കാണാൻ തുടങ്ങി. ബെർമ്യൂടെ വന്നപ്പോ വിളിച്ചിട്ട് പറഞ്ഞു, മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആണോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഓക്കെ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു ഡങ്കിൻ ഡോണറ്റിൽ നിന്നും ഒരു ബേഗൽ. ലെറ്റ്സ് ഗോ സിറ്റ് സംവെയർ. അയ്യോ, ചൂട്. അത് ഇവിടുത്തെ ബഹാമസ് എയർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ നാഷണൽ കാരിയറാണ്. കുറച്ച് വിമാനങ്ങളേ ഉള്ളൂ ഇവർക്ക്. 320 ആണെന്ന് തോന്നുന്നു കൂടുതലും. പിന്നെ ഇവിടെ വെസ്റ്റേൺ ജെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു 2-3 ചെറു വിമാനങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഈ ഐലൻഡ് ടു ഐലൻഡ് പോകുന്നതൊക്കെ ഇതുപോലുള്ള ചെറു വിമാനങ്ങളായിരിക്കും. അത് ഇന്റർ കരീബിയൻ വിമാനമാണ്. നമ്മൾ മിക്കവാറും അതിനകത്തായിരിക്കും ഇന്ന് പോകാൻ പോകുന്നത്. ഇതുപോലെയുള്ള വിമാനങ്ങളാണ് ഇന്റർ കരീബിയന് കൂടുതലായിട്ടുള്ളതും. കാരണം പല ദ്വീപുകളിലേക്കും പാസഞ്ചേഴ്സൊക്കെ വളരെ കുറവായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രത്യേകതയല്ല ഇതെന്ന് പറയുന്നത്. നമ്മളിന്ന് പോകുന്ന ടർക്സ് ആൻഡ് കൈക്കോസ് എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തേക്ക് ശരിക്കും ഇവിടെ നിന്ന് ഒരു ദിവസം ഒരു ഫ്ലൈറ്റേ ഉള്ളൂ. 24,000 രൂപയാണ്, ഏകദേശം $300. അതിപ്പോഴത്തെ കാൽക്കുലേഷൻ എത്ര നോക്കിയാൽ മതി. $300 എനിക്ക് ഇതിൻ്റെ ടിക്കറ്റ്. അത് ഞാനൊരു 1.5 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അത് ഇന്ന് നോക്കിയപ്പോഴും സെയിം പ്രൈസ് ആയിരുന്നു. ഏകദേശം $300 അതിൻ്റെ ടിക്കറ്റ് ആയത്. ഇവിടെ നിന്ന് 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. എന്നാലും ചോദിക്കും, നമുക്ക് ഈ ATR വിമാനം, അതായത് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന അതേ ദൂരമാണ് ATR വിമാനത്തിനുള്ളത്. അതിന് നമ്മൾ 4,000-5,000 കൊടുക്കുമ്പോഴത്തേക്കിനും ഇവിടെ എത്ര രൂപ നമ്മൾ കൊടുക്കുന്നതല്ലേ? ഇത് കൊള്ളാമല്ലോ ഈ സാധനം. വാ, തിരിയുന്ന കണ്ടോ, അടിപൊളിയേ. ഇപ്പോൾ വന്ന ഈ വെസ്റ്റേൺ എയറിൻ്റെ വിമാനം കണ്ടോ? ഇത് 23 വർഷം പഴക്കമുള്ള എംബ്രയർ എന്ന് പറഞ്ഞ കമ്പനിയുടെ വിമാനമാണ്. എംബ്രയർ വിമാനം. നമ്മുടെ നാട്ടിൽ സ്റ്റാർ എയർ എന്ന് പറഞ്ഞ ഒരു എയർലൈൻ ഉണ്ട്. അവർക്കുണ്ട് എംബ്രയറിൻ്റെ ഇതുപോലുള്ള വിമാനങ്ങൾ. അതിൻ്റെ പുറകെ കിടക്കുന്നത് നമ്മൾ ഇന്ന് പോകേണ്ട നമ്മുടെ ഇന്റർ കരീബിയൻ്റെ 39 വർഷം പഴക്കമുണ്ട് കേസ്. 39 വർഷം പഴക്കമുള്ള വിമാനത്തിലാണ് ഞാനിന്ന് പോകാൻ പോകുന്നത്. എൻ്റെ ദൈവമേ, എന്തിനാണോ ആവോ. ഇവിടെ മൊത്തം ചെറു വിമാനങ്ങളുടെ കളികളാണ് കേട്ടോ. ഫുൾ എവിടെ നോക്കിയാലും ചെറിയ വിമാനങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ നേപ്പാളിലെ എയർപോർട്ടിനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള എയർപോർട്ടുകളാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. പലതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. വെസ്റ്റേൺ എയർ എന്ന് പറഞ്ഞ സംഭവം കുറേ സ്ഥലത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു വിമാനങ്ങൾ കുറേ കിടപ്പുണ്ട് കേട്ടോ. പ്രൈവറ്റ് ജെറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ പല വ്യക്തികൾക്കും വിമാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നോയലിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് പുള്ളിക്ക് സ്വന്തമായിട്ട് വിമാനമുണ്ട്. പുള്ളി പൈലറ്റാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പൈലറ്റാണ് പുള്ളി. ബഹാമസ് എയറിലെ പൈലറ്റാണ്, പക്ഷേ സ്വന്തമായിട്ട് വിമാനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ഈ വാസ് സിക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. മൊത്തം കരീബിയൻ മ്യൂസിക് ആണ് എല്ലായിടത്തും, എവരിവെയർ. ഇങ്ങനെ ചാടി മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചാടി ഡാൻസ് കളിച്ച് നടക്കാൻ തോന്നും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ബോർഡിങ് തുടങ്ങിയോ? താങ്ക് യു. ഈ ബോർഡിംഗ് പാസ് മുറിച്ചെടുത്ത്. അത് വേണ്ടായിരുന്നു. ചെറിയ വിമാനം ആയതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഇവിടെ സീറ്റ് അലോക്കേഷനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും പലരാണ് പറയുന്നത്. പറഞ്ഞ സീറ്റിലൊന്നും ആൾക്കാർ ഇരിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഒരു കുഞ്ഞു വിമാനം കേസ്. നമ്മുടെ നാട്ടിലുള്ള ATRന്റെ അത്രയും പോലും വലുപ്പമില്ല. ഇത് നേപ്പാളിലൊക്കെ കാണുന്ന പോലെ ചെറിയ വിമാനം, ഒരു കുഞ്ഞു വിമാനം. എന്താ പോലും എന്നാക്കെ പരിപാടികളാണ്. Hi, good morning. How are you? Yep. How you doing today? All good. 2A. Amazing. Thank you. Open seated. Yeah. You can take a seat. Good morning. This one, right? Yeah. Thank you. Open seated. You can take whatever seat you want. Oh, it's an open seat. എവിടെ വേണം ഇരിക്കല്ലേ? അതാണ് പരിപാടി, ഓപ്പൺ സീറ്റ്. It is open seated. You can take a seat. ക്യാപ്റ്റൻ ആണോ ഈ പുറത്ത് നിൽക്കുന്നത്? അത് ശരി. ഹോസ്പിറ്റലൊക്കെ ചാടിക്കടന്നൊക്കെയാണ് കയറുന്നത് ഇവര്. പുള്ളി ഇരിക്കുന്നത് Ladies and gentlemen, ബെഞ്ചിലിരിക്കുന്ന പോലെ. with service to Howard Hamilton International. അവിടെ നമ്മൾ പണ്ടൊക്കെ കൊച്ചു പിള്ളേരെ മുടി വെട്ടാനായിട്ട് പലപ്പുറത്ത് ഇരുത്തത്തില്ലായിരുന്നു ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ. അതേപോലെ ഒരു പലക സീറ്റിലാണ് ആ പുള്ളി ഇരിക്കുന്നത്. താഴെ ഒരു കുപ്പി ചളങ്ങിക്കൂടി കിടക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് പേപ്പറുകൾ ഇവരിട്ടിരിക്കുന്നു. പിന്നെ ഈ ഫ്ലൈറ്റിലധികം ആൾക്കാരൊന്നുമില്ല. എനിക്ക് പകുതി ആൾക്കാരേ ഉള്ളൂ. ഞാൻ തന്നെ ഒരു 1.5 മാസം മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് ഈ ഓരോ ഐലൻഡിൽ നിന്ന് മറ്റൊരു ഐലൻഡിലേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട്. ദൈവമേ,
39 വർഷം പഴക്കമുള്ള വിമാനമാണ് ഗൈസ്. 39 വർഷം. സേഫ്റ്റി ഒക്കെ കണക്കാട്ടോ. ഇത് എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവർ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് എംബ്രയർ 120യുടെ സേഫ്റ്റി സാധനമാണ്, കാർഡാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എംബ്രയർ 120 RT എന്ന് പറഞ്ഞ ബ്രസീലിയൻ നിർമ്മിത വിമാനമാണിത്. അതായത് ATR പോലെ തന്നെ ചെറുതേ സാധനമൊക്കെ വന്ന് അറിയുള്ളൂ. അടിപൊളി. എൻ്റെ പൊന്നോ, സംഭവം കൊള്ളാം അല്ലേ. ശകടം സ്റ്റാർട്ടായി ഗൈസ്. പുഷ് ബാക്ക് ഒന്നും ഉണ്ട് വേണ്ടെന്ന് തോന്നില്ല, നേരെ എടുത്തുകൊണ്ട് പോകാൻ തോന്നി. 9:15 വിടേണ്ട വിമാനമാണ്. രാവിലെ 9 മണിക്ക് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു. ചെറു വിമാനത്തിലെ ടോയ്ലറ്റ് കണ്ടു. എനിക്കിവിടെ തല ഇങ്ങനെ നിൽക്കാം, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ ചെറിയ ഒരു അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര കോമഡി കേട്ടോ അത്. എൻ്റെ പൊന്നെ, നേരെ തുറക്കുന്നേ. യെസ്, തുറക്കൂ സീസി. ഇത് കണ്ടോ, ഇത് ബാക്ക്, ഇതാണ് ഇവരുടെ ബാക്ക് സെറ്റപ്പ് ഒക്കെ. വെൽക്കം ടു ടർക്സ് ആൻഡ് കേയ്ക്കോസ് ഐലൻഡ്സ്. തിരിക്കുകയാണ്. ഇതെല്ലാം അടിപൊളിയായിരുന്നു. ഇവർ 3 പേര് ഇതിനകത്ത് എങ്ങനെ ഇരുന്ന് എനിക്ക് അറിയത്തില്ല. ചെറിയ ഇടുങ്ങിയ കോക്പിറ്റ് കേട്ടോ ഇത്. താങ്ക് യു, താങ്ക് യു. സെറ്റേക്ക് എടുക്കുന്നു. ഓക്കെ, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അവർ ഒരുമിച്ച് കൊണ്ടുപോകായിരിക്കും. എന്നാ പരിപാടിയാണെന്ന് നോക്കിയേ. നമ്മളിപ്പോൾ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറിയിലാണ് എത്തിയിരിക്കുന്നത് വീണ്ടും. പേരെന്താ പറഞ്ഞത്? ചെറിയാച്ചൻ. നൈസ് ടു മീറ്റ് യു. ചെറിയാച്ചൻ. നിങ്ങൾ എവിടെയാ? ശരിക്കും എയർപോർട്ടിന്റെ ബാക്ക് ആയിട്ട്. ആ ശരി. ഒരു കാലടിയൊക്കെ അടുത്ത് ശരി. എന്നിട്ട് ഇവിടെ വന്ന് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നല്ലേ? എനിക്കൊന്ന് ആ പെട്ടിയാണ്. എന്താ അവിടെ ഇരിക്കുന്നത്? അവിടെ മാറി ഇരിപ്പുണ്ട് എൻ്റെ പെട്ടി. ആ അത് തന്നെ, അത് തന്നെ, അത് തന്നെ. അവർ പെട്ടിയൊക്കെ ഉരുട്ടിക്കൊണ്ടാണ് അവർ വന്നോണ്ടിരുന്നത്. ആ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നൈസ് ടു മീറ്റ് യു. കാണാം. ശരി അതാ. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്ത് വന്നു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി. നിങ്ങൾ മിക്കാൻ ആരെങ്കിലും വന്നോ അതോ നിങ്ങൾ വണ്ടിയാണോ? ആ ഓക്കെ 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 വേറെ ശരി. എൻ്റെ ബാഗൊക്കെ പിടിച്ച് പരിശോധിച്ചു. അങ്ങോട്ട് കയറാനല്ല, ഞാൻ അതിലൂടെ വന്നപ്പോൾ എന്നെ വിളിച്ചതാ. അല്ല എന്നോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞു. എന്നോട് സെക്കൻഡറി ഇൻസ്പെക്ഷൻ. ഹായ് ഹായ്. ആ ഓക്കെ ഓക്കെ. ഹായ് നമസ്കാരം. ഹൗ ആർ യു? ഞാനിങ്ങനെ ഫ്ലൈറ്റിൽ വെച്ച് അല്ല എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടാണ്. അത് ശരി. അവർക്ക് ഡൗട്ട് ഞാൻ 2 ദിവസം ഇവിടെ ഉള്ളു. അപ്പൊ ഇന്നിന് ഇത്ര ലഗേജ് ഒക്കെ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ 2 മാസമായിട്ട് ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞു. ശരി എന്നാ ബൈ ബൈ. ഞാൻ മറ്റന്നാളെ. ആ ഇത് ബഹാമസ് റം കേക്ക് ഫോർ യു. അതിവിടെ ഇവിടെ ഉണ്ടോ? നിങ്ങളെ ഞാൻ സാൻഡപ്പന്റെ വീഡിയോയിൽ കണ്ടായിരുന്നു. സാൻഡപ്പം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ? എന്ത് ബിസിനസ് ആണല്ലേ? എത്ര വർഷമായി? ഞാനിവിടെ 21 വർഷമായി. ഒരു സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ടോ? കിട്ടിയോ? ആ എത്ര വർഷം നിൽക്കണം? 10 വർഷമോ? ഇവിടെ 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുത്തെ വരെ കല്യാണം കഴിക്കണം അല്ലേ? എന്നാലും 10 വർഷം നിൽക്കണം? ഇല്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം അവരോട് താമസിക്കണം. ഉണ്ടല്ലേ? അങ്ങനത്തെ ബിസിനസ് ഉണ്ടല്ലേ? അത് ശരി. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആണ്. ഇപ്പം ശരിക്കും ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്.
അല്ലെ കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് BOTC. BOTC BOTC കഴിഞ്ഞിട്ട് പിന്നെ ബ്രിട്ടീഷ് നാച്ചുറലൈസേഷൻ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രിട്ടീഷ് പാസ്പോർട്ട്. അതായത് ആദ്യം കൊടുക്കുന്ന ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി സിറ്റിസൺ എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അതില് ബ്രിട്ടീഷ് പാസ്പോർട്ട് താഴെ ടക്സ് ആൻഡ് കൈക്കോസ് എഴുതിയിട്ടുണ്ടാവും, അങ്ങനെയാണോ അല്ലേ? ഓക്കെ. നമ്മൾ ജിബ്രാൾട്ടർ പോയപ്പോൾ അവിടെ കണ്ടതാ. ബർമുഡയിലും അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അല്ലാതെ UK പോയി നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. വോട്ടിംഗ് ഇല്ല. ബാക്കി എല്ലാം ഞങ്ങൾക്ക് ചെയ്യാം. ഞങ്ങൾക്ക് പിള്ളേരെ ഇവിടുന്ന് അവിടെ പഠിപ്പിക്കാൻ വിടാം. ശരിക്കും ബ്രിട്ടീഷ് തന്നെ, ഇത് ബ്രിട്ടീഷിന്റെ കൺട്രി ആണല്ലോ, അവരുടെ ആണല്ലോ ഇത്, അവരുടെ റൂളാണല്ലോ. അതെ. അപ്പൊ പിന്നെ അതെന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ. അത് എപ്പോഴും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് എനിക്കും. അതെ, ഞാൻ ഇവരുടെ കുറെ ടെറിട്ടറി പോയി. ഞാൻ ജിബ്രാൾട്ടർ പോയി, ബർമുഡ പോയി, ഇപ്പൊ ഇവിടെ വന്നു. ഞാൻ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് പോകും, പിന്നെ ആന്റിഗ്വ പോകും. ഇതൊക്കെ ഇവരുടെ അങ്കുല ഇതൊക്കെ ഇവരുടെ സ്ഥലമാണല്ലോ. പിന്നെ ബഹാമസ് ബ്രിട്ടീഷിന്റെ ടെറിട്ടറി ആയിരുന്നു, അത് അവര് ഇൻഡിപെൻഡന്റ് രാജ്യമായി. പിന്നെ ഉണ്ട് കെയ്മൻ ഐലൻഡ്സ് എന്നും പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പൊ ഇവിടേക്കെല്ലാം മറ്റേ ബ്രിട്ടീഷ് എയർവേസിന്റെ ഫ്ലൈറ്റും വരാറുണ്ട് അല്ലേ? ഇവിടുന്ന് ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് അല്ലേ? നമ്മുടെ തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ആണോ? ഇതാണോ സ്പെയർ പാർട്സ് അല്ലേ? JD ഓട്ടോ പാർട്സ്. വണ്ടികളൊക്കെ സെയിലിന് ബാക്കിയൊക്കെ വിട്ടു. ഓക്കെ. അപ്പൊ നിങ്ങള് വണ്ടി കച്ചവടമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ടർക്സ് ആൻഡ് കൈക്കോസിന്റെ കാഴ്ചകളാണ്. അവിടെ 2 ഐലൻഡ്സ് ആണ് ബേസിക്കലി മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് നമ്മളിപ്പോൾ ഉള്ള ടാക്സ് ഐലൻഡ്, പിന്നെ കൈക്കോസ് ഐലൻഡ് അല്ലേ? അതിൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗ്രാൻഡ് ടർക്ക് അല്ലേ? അത് അവിടെ ആണ് 10,000 പേര് എന്തോ താമസമുള്ളൂ. ചെറിയ സ്ഥലമാണ്. അവിടെയാണ് മറ്റേ ക്രൂസ് ട്രിപ്പ് ഒക്കെ വരുന്നത് അല്ലേ? അപ്പൊ അത് കിടന്ന് ഫ്ലൈ ചെയ്ത് പോകണം. ഫെറി ഉണ്ടോ? ഫെറി ഇവിടുന്നില്ല. ഇല്ല, എല്ലാം ഫ്ലൈയിങ് ആണ്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ? അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ ബോട്ടിലൊക്കെ എത്തിപ്പെടാൻ പൂവും പീപ്പിളൊക്കെ പോകുന്നുണ്ട്. എന്നാലും നമ്മള് ബുദ്ധിമുട്ടുള്ള കാര്യം. ഓക്കെ. ഇവിടെ ഇമിഗ്രേഷനിൽ ആസ് യൂഷ്വൽ ബഹാമസി ചോദിച്ച പോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചില്ല. എവിടെ താമസിക്കുന്നത്, എന്താ ചെയ്യുന്നത്, റിട്ടേൺ ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ കസ്റ്റംസുകാർ എന്നെ അവിടെ പിടിച്ച് മാറ്റി നിർത്തി എൻ്റെ ബാഗെല്ലാം പരിശോധിച്ചു. അവർക്ക് എന്തോ എന്നെ ഭയങ്കര ഇവിടെ അവർക്ക് എന്തോ എന്നെ ഭയങ്കര സംശയമാണെന്ന് തോന്നുന്നു. എൻ്റെ വലിയ പെട്ടിയൊക്കെ പരിശോധിച്ച് ഷൂ ഒക്കെ തുറന്നു നോക്കി. എന്തിട്ട് അല്ല, അത് കുഴപ്പമില്ല, സാരമില്ല. അത് റൂട്ടീൻ പ്രൊസീജിയർ ആണ്. നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. ആണോ? ഇത് മൊത്തം കണ്ടൽ കാടുകളാണല്ലോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സ്ഥലത്തിന്റെ മുകളിൽ കൂടെ ഒക്കെ ആണെന്ന് തോന്നുന്നു വിമാനത്തിൽ വന്നത്. അപ്പൊ ഇവിടെ വലിയ വലിയ റിച്ച് ആയിട്ടുള്ള കാനേഡിയൻസും അമേരിക്കക്കാരും അങ്ങനെയുള്ള ആൾക്കാർ, അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് അവർക്കൊരു സമ്മർ ഹൗസ് എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വീടൊക്കെ വാങ്ങിച്ചിട്ടിരിക്കുന്ന ഒരു ഏരിയ അല്ലേ? ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ മില്യൺസ് അല്ലേ? ഒരു വില്ലയ്ക്ക് ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1.43 acres റെസിഡൻഷ്യൽ ലോട്ട് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല വില ഉണ്ടല്ലേ? ഇവിടെ ഒരു വില്ലയ്ക്ക് ഒരു 60 മില്യൺ 70 മില്യൺ വിലയുണ്ട്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത സിറ്റിസൺഷിപ്പും കിട്ടും അല്ലേ? PR കിട്ടും. ആദ്യം PR കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ സിറ്റിസൺഷിപ്പ് ഒക്കെ വാങ്ങാം. അങ്ങനത്തെ പീരീഡിലൊക്കെ ഉണ്ട്. അതിങ്ങനെ പല കരീബിയൻ ദ്വീപുകളിലും നമുക്കത് കാണാൻ സാധിക്കും. ഇതുകൊണ്ടല്ലേ വീടുകളാണ്. ശരിക്കും ഇവിടുത്തെ വീടുകളൊന്നും ഈ കാണുന്നതേ ഇല്ല. പലതും ഈ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ പല വീടുകളും നമുക്ക് കാണുന്നില്ല. വലിയ ഹൈറ്റ് ഇല്ലാത്ത വീടുകളാണ്. അത് ശരിയാ. കാരണം അത്രയും ലാൻഡ്സ്കേപ്പ് ചെയ്താലല്ലേ അതിന്റെ ഒരു ബ്യൂട്ടി വരുള്ളൂ. വീടിന്റെ വിലയേക്കാളും മെയിൻ്റനൻസ് കോസ്റ്റോ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എക്സ്പെൻസീവ് വില്ല. കൊള്ളാലോ. താമസമുണ്ടോ അല്ലേ? ഒരു കെയർ ടേക്കർ ഉണ്ടാവും അല്ലേ? അല്ല, നമ്മുടെ നാട്ടിലിപ്പോ അതേപോലെ ചേട്ടാ പലതും പല വീടുകളും ഈ പറഞ്ഞ പോലെ കെയർ ടേക്കേഴ്സ് മാത്രമാണ് താമസം. ഇത് കൊള്ളാട്ടോ, നല്ല അടിപൊളി വീടാണല്ലോ. എന്റെ അമ്മ, ഇതിന്റെ എൻഡ് നോക്കി, അതിന്റെ ഫ്രണ്ട് നോക്കി, നാച്ചുറൽ സ്വിമ്മിംഗ് പൂള് പോലെ തന്നെ കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പൂള് പോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഓ വാവ്. അവിടേക്കുള്ള എൻട്രൻസ് ആണേ. ഈ വീടിന്റെ എൻട്രൻസ് കണ്ടോണേ. പണ്ടത്തെ നമ്മുടെ കോട്ടകൾ കണ്ടിട്ടില്ലേ? ആ ഭാഗം അവിടെ കണ്ടു കേട്ടോ. അതായത് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് നമ്മുടെ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിത നാട്ടിലെ കോട്ടകളില്ലേ, ആ കോട്ടകളെ പോലെ തന്നെ നമുക്ക് വെറുതെ വണ്ടി ഓടിച്ച് കയറാൻ പറ്റത്തില്ല അകത്തോട്ട്. അതായത് അകത്തുനിന്നൊരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ ഉപയോഗിച്ചിട്ട് ഇതിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലാറ്റ്ഫോം കണ്ടോ? ആ പ്ലാറ്റ്ഫോം ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് അങ്ങോട്ട് കയറി അപ്പുറത്തോട്ട് പോകുന്ന രീതിയിലാണ് അതിന്റെ സെറ്റപ്പ്. നമ്മളിപ്പോ വിചാരിക്കുന്ന പോലെയല്ല, ഒരു കുഞ്ഞു ദ്വീപാണ്. പക്ഷേ ഇവിടെ ഭയങ്കര ക്രൈം റേറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ്.
ഒരു കാര്യം കൂടെ പറയാം. ഞാൻ വെറുതെ ഇതിൻ്റെ ഹിസ്റ്ററി വായിച്ചപ്പോൾ മനസ്സിലായതാണ്. ഇവിടെ ചോദിച്ചപ്പോൾ സത്യമെന്നും പറഞ്ഞു. ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണിത്. അതായത് ആളിൻ്റെ എണ്ണം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന, ഹോമിസൈഡ്സ് നടക്കുന്ന ഒരു സ്ഥലം. ഹൈത്തി പ്രശ്നമുണ്ടല്ലേ? ഞാൻ ഹൈത്തി പോകുന്നില്ല തവണ. ഹൈത്തി ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളും പോകുന്നുണ്ട്. ഹൈത്തി ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളും പോകുന്നുണ്ട്. അവിടെ ഇപ്പൊ ആഭ്യന്തര കലാപം, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാനേ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു തരാം. നമ്മൾ എവിടേക്ക് ആക്ച്വലി ഇവിടെ എയർപോർട്ടിനടുത്ത് ആയതുകൊണ്ട് ഡ്രോൺ പറത്താൻ പറ്റില്ല. അതുകൊണ്ടാണല്ലേ ഞാൻ ഡ്രോൺ പറത്തി കാണിക്കായിരുന്നു. ഇത് നോക്കി. ഓ എൻ്റെ ദൈവമേ, രക്ഷയില്ല. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ലേക്ക് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. കടലുമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ലേക്ക് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ താഴെ ഒരു വീഡിയോ ഉണ്ടോ? അത്തരത്തിലുള്ള കുറേ വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ചെറിയ കുട്ടി കുട്ടി ഐലൻഡുകൾ. വിമാനം പോകുന്നു, ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്ന റൂട്ടാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഡ്രോൺ പറത്താൻ പറ്റില്ല. നമ്മൾ വിമാനത്തിലിരുന്ന് ഈ ഒരു ഭാഗം കണ്ടിരുന്നു. പക്ഷേ വിമാനത്തിലിരുന്ന് എനിക്ക് വീഡിയോ എടുത്തപ്പോൾ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് ഇച്ചിരി ക്ലൗഡി ആയിരുന്നു. എന്ത് രസമല്ലേ കാണാനായിട്ട്. യുണൈറ്റഡ് വീട്ടിലെ സ്ഥലം കേട്ടോ. ഈ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുക, ചുമ്മാ ഭയങ്കര രസമായിരിക്കും. എന്നാലും ചോദിക്കേ, വിമാനം ലാൻഡ് ചെയ്യുന്നതും കണ്ട് ഈ കാറ്റ് പഠിച്ച്, ഇളം കാറ്റ് പഠിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പം നൈസ്. അങ്ങനെ നമ്മളിപ്പം ഇവരുടെ ഈ പ്രൊവിഡൻഷ്യാലിസ് എന്ന് പറഞ്ഞ ഐലൻഡിൻ്റെ തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവരുടെ ക്യാപിറ്റൽ സിറ്റി ഒന്നുമല്ല, പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ആൾക്കാർ താമസിക്കുന്നത് ഈ സ്ഥലത്താണ്. ഇവിടെ ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. എത്ര ഇന്ത്യക്കാരുണ്ടാവും ഇവിടെ? ഇപ്പൊ കൂടി തന്നെ 10-200 തന്നെ ആണല്ലേ? ഞാൻ വന്ന സമയത്ത് 10 അടിപൊളി. ഇത് ഇവിടെ വന്നപ്പോഴത്തേക്കിനും നല്ല 4 പേര് റോഡൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടോ? ഇന്ത്യൻ റെസ്റ്റോറന്റ്, ചെറിയൊരു റെസ്റ്റോറന്റ്, അത്രേ ഉള്ളൂ. ഇവിടെ മൊത്തം വണ്ടി കച്ചവടമാണല്ലോ ചേട്ടാ. എല്ലായിടത്തും ഓട്ടോ സ്പാർട്സ് അതെന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടായിരുന്നു ആ എയർപോർട്ടൊക്കെ ഇരിക്കുന്ന ഭാഗം, ഒരു ഭാഗം മൊത്തം ചതുപ്പ് സ്ഥലവും പിന്നെ ആ ലേക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ആ ഒരു ഐലൻഡിന്റെ പകുതി അങ്ങനെ ചതുപ്പ് സ്ഥലമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഒരു പകുതി ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഐലൻഡിന്റെ അങ്ങേ അറ്റം വരെ ഒരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. അത്ര ഉള്ളു ഈ ഐലൻഡ്. കുഞ്ഞ് ഐലൻഡാണ്. ഈ ഐലൻഡിൽ ഏകദേശം ഒരു 25,000 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ ഐലൻഡിൽ. പിന്നെ മൊത്തത്തിൽ ഈ രാജ്യത്ത് ഏകദേശം 50,000-ഓളം ആൾക്കാരേ ഉള്ളൂ. ഇതിൽ 25,000-30,000 പേര് ഈ പ്രൊവിഡൻഷ്യാലിസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇവിടുത്തെ മെയിൻ ഐലൻഡിലുണ്ട്. പിന്നെ കൈക്കോസ് എന്ന് പറഞ്ഞ വേറൊരു ഐലൻഡ് ഇതിനപ്പുറത്തുണ്ട്, അത് വേറെ. പിന്നെ ക്രൂസ് ഷിപ്പ് വരുന്നത് വേറെ ഐലൻഡിലാണ്. ഇവിടെ വരത്തില്ലല്ലോ? ഇല്ല. നമുക്ക് ഇത്തവണ ക്രൂസ് ഷിപ്പ് കാണാൻ പറ്റില്ല, അത് ഇല്ല. അപ്പോൾ അത് വേറൊരു ഐലൻഡിലാണ്. ഇങ്ങോട്ടേക്കൊക്കെ ഫ്ലൈറ്റ് എടുത്ത് പോകണം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്ലൈയിങ് ചെയ്യണം. ഇത് പുതിയ റിസോർട്ടാണെന്ന് തോന്നുന്നല്ലേ? റിസോർട്ടാണോ, ഹോട്ടലോ? ശരി. ഇതൊരു ഇന്ത്യക്കാരൻ്റെ ആണോ ഈ കാണുന്ന ബിൽഡിങ്, സ്ഥലമൊക്കെ? നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്താണോ? അല്ലല്ലേ, വേറെ സ്ഥലത്താ? ആണോ? ഞാൻ എടുത്തിരിക്കുന്ന റൂം എല്ലാം അവിടെയാ? ഈ ഭാഗത്തൊന്നും അല്ല. ഇത് കൊള്ളാം. ഇവിടെ താമസിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബീച്ചാണ് ഗ്രേസ് ബേ ബീച്ച് എന്ന് പറയുന്ന ഇവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ച്. ഈ ബീച്ചിൻ്റെ സമീപത്തായിട്ട് നമുക്ക് ഈ കാണുന്നതൊക്കെ ബീച്ച് ഫേസിങ് അല്ലെങ്കിൽ സീ ഫേസിങ് റിസോർട്ടുകളും മറ്റുമൊക്കെയാണ്. നല്ല അടിപൊളി ഒരു കിഡിലൻ വൈറ്റ് സാൻഡ് ബീച്ചാണ് ഈ ഒരു ഗ്രേസ് ബേ ബീച്ച് എന്ന് പറയുന്നത്. ലോകത്തിലെ മനോഹരമായിട്ടുള്ള ബീച്ചുകളിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഉള്ള ഒരു കിഡിലൻ ബീച്ചാണ് ഈ കാണുന്നത്. ഒരു ബ്ലൂ വാട്ടറും വൈറ്റ് സാൻഡും പിന്നെ അങ്ങനെ മൊത്തത്തിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണ്. ഇവിടെ ശരിക്കും ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കണം അവിടെ പല സ്ഥലത്തും നെറ്റ് പോലെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വലിയ തിരയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കിടില സ്ഥലം. ഇങ്ങനെ അപ്പുറം എല്ലായിടത്തും എവിടെ നോക്കിയാലും നമുക്കിങ്ങനെ ബീച്ച് റിസോർട്ടുകളും അതേപോലെ തന്നെ ഹോട്ടലുകളും വീടുകളും മറ്റ് സംഭവങ്ങളും അപ്പാർട്ട്മെൻറ്റുകളും അങ്ങനെ മൊത്തത്തിലൊരു കിടില സ്ഥലം. ഓ, ഇത് രക്ഷയില്ല കേട്ടോ. ഈ ബീച്ച് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് ഗ്രേസ് ബേ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, വെയിലത്ത് ഇങ്ങനെ കൊടക്കഴിയിലിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തിരക്കൊന്നും ഈ സമയത്ത് കാണുന്നില്ല. എന്തായാലും സംഭവം കൊള്ളാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനല്ല ഭംഗി, ഇതിങ്ങനെ ഇതിൻ്റെ ആകാശ ദൃശ്യം കാണാനാണ് ഒരു പ്രത്യേക ഭംഗി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അവർ നെറ്റ് പോലത്തെ ഒരു സാധനം വരച്ചിട്ട് ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇല്ലേ വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുകി പോകാതിരിക്കാനല്ല, അതിനുള്ളിൽ നിൽക്കാൻ വേണ്ടി എന്ത് ആക്ടിവിറ്റീസ് എല്ലാ പരിപാടികളും നെറ്റ് പോലൊരു സാധനം ചെയ്തിട്ട് അതിനുള്ളിൽ നിൽക്കണം. അതിനുവേണ്ടിയാണ് അത്തരത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ബീച്ച് സൈഡ് കംപ്ലീറ്റ് എല്ലാ റിസോർട്ടുകളും മറ്റുമൊക്കെയാണ്. ഈ കരീബിയൻ ദ്വീപുകളിൽ
ആളുകൾ വരുന്നത് മെയിനായിട്ട് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും അവരൊരു വെക്കേഷന് വേണ്ടി വരും. ദേ വിൽ ബി സ്റ്റേയിങ് ഇൻ എ റിസോർട്ട് ഫോർ കപ്പിൾ ഓഫ് ഡേയ്സ്. എന്നിട്ട് അവരവിടെ ഫുഡൊക്കെ കഴിച്ച് ബീച്ചിൽ ഇങ്ങനെ അർമാദിച്ച് പോകും. പ്രത്യേകിച്ച് അവിടെ വിൻ്റർ ആകുമ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൗഡ് വരുന്നത്, അല്ലേ? അങ്ങനല്ലേ? അവിടെ വിൻ്റർ ആകുമ്പോഴത്തേക്കിനും ഇവിടേക്ക് ആൾക്കാർ വരും. അവരെ സംബന്ധിച്ച് അവർക്ക് ഇത് അത്ര വലിയ ചീപ്പായിട്ടുള്ള സ്ഥലമല്ലെങ്കിലും അവർക്ക് നിയർ ബൈ പോകാൻ പറ്റിയ അവരുടെ ഹവായി വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ചീപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ് കരീബിയൻ ദ്വീപുകൾ എന്ന് പറയുന്നത്. സോ ഈവൻ മെക്സിക്കോ അതൊക്കെ ഈ പറഞ്ഞ പോലെ റിസോർട്ട് ഡെസ്റ്റിനേഷൻസ് ആണ് ഇതെല്ലാം. ബ്യൂട്ടിഫുൾ ബൈ നേച്ചർ ടോക്സ് ആൻഡ് കൈക്കോസ് ഐലൻഡ്സ് അവരുടെ കൺട്രിയുടെ പേര്, പിന്നെ ഇവരുടെ പ്രൊവിഡൻഷ്യൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ സ്ഥലത്തിൻ്റെ പേര്, അങ്ങനെയാണ് നമ്പർ പ്ലേറ്റ്. ഇത് ബ്രിട്ടീഷ് ഫ്ലാഗിൻ്റെ കൂടെ ഒരു വേറൊരു എംബ്ലം ഉണ്ട് അല്ലേ? അതാണ് നിങ്ങളുടെ ഫ്ലാഗ് അല്ലേ? ശരിക്കും ഇതൊക്കെ രാജ്യം, ഇപ്പോൾ ബർമുഡയും ഈ പറഞ്ഞ സ്ഥലങ്ങളും ഇതൊക്കെ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്ത് എത്ര കൗണ്ടാക്കാം. ഇപ്പം 90-ലധികം രാജ്യങ്ങൾ നമുക്ക് ഇതിപ്പോൾ നമ്മുടെ പറയാം 81st തന്നെയാണ്, 82nd എന്ന് പറയാൻ പറ്റില്ല. ഒരു വീട് കാണാൻ വേണ്ടി വന്നതാണ്. ഇതൊരു വില്ലയാണ്. ഈ വില്ലയുടെ കെയർടേക്കർ ഒരു മലയാളി ചേട്ടനാണ്. ആ പുള്ളിയാണ് നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടത്. എന്നിട്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് അല്ലേ? ചേട്ടന്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് തോമസ്. നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടത്. ചെറിയ ലോകം, ചെറിയ രാജ്യം. ഓരോ ആൾക്കാരെ വീണ്ടും വീണ്ടും എവിടെയൊക്കെ വെച്ച് കാണാൻ പറ്റും. എവിടെ? നാട്ടിലെവിടെ? ഇവിടെ എത്ര വർഷമായി? 15 വർഷത്തിന് മുമ്പ്. 15 വർഷമായിട്ട് ചേട്ടൻ ഈ വീട്ടിലാണോ? അത് ശരി. അപ്പൊ ചേട്ടനാണ് ഈ വീട്ടിലെ രാജാവ് അല്ലേ? ഈ ഹൈറ്റിന്റെ എല്ലാം മൂടിയിട്ടേക്കണ്ടോ? എന്റെ അമ്മോ, തരാൻ പോട്ടോ. ഇത് എന്ത് വ്യൂ അത്? എന്ത് വ്യൂ ആണെന്നോ? ചേട്ടൻ ഒറ്റയ്ക്കാണോ ഇവിടെ? വൈഫുണ്ട്. ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. ഓ അത് ശരി. കുടിക്കാൻ വെള്ളം എന്തോ അങ്ങനൊന്നുമില്ല. ഇതിപ്പോ എന്താ എല്ലാം മൂടി ഇട്ടിരിക്കുന്നത് ഇങ്ങനെ? എല്ലാ സാധനങ്ങളും കാറ്റടിച്ചിട്ട് ഇതെല്ലാം പോവും. കാറ്റ് ആണോ? അത് ശരി. അപ്പൊ അതിനു വേണ്ടിയാണ് ഇതൊക്കെ ഊരി വെക്കുന്നേ? എന്റെ ദൈവമേ, കൊടുങ്കാറ്റ് വന്നിട്ട് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി എല്ലാം ഊരി വെച്ചിട്ട്. ഇതെങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന എങ്ങനെ? അടിപൊളി. എന്ത് വ്യൂ ആട്ടോ ഇവിടുന്ന്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ റിസ്ക്? ഓക്കെ. അടിക്കാനകത്തേക്ക് കയറുമോ? ചില്ലൊക്കെ പൊട്ടി പോകുമോ? ആണല്ലേ? അത്ര സംഭവമായിരിക്കും അല്ലേ? പൊട്ടിപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിയല്ല, ഇത് ഇതൊക്കെ ഇതൊക്കെ മാറ്റണം. ഇത് ഭയങ്കര വെയിറ്റ് ഉള്ള സാധനമാണ്. ഞാൻ ഫോട്ടോ കണ്ടു. വെള്ളം തരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ അവസ്ഥയല്ലേ? വീടുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ നോക്കാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒറ്റയ്ക്കുള്ളൂ ഇവിടെ. ചേട്ടനാണ് ഇവിടുത്തെ കാര്യസ്ഥൻ. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ? നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആരും വരാറില്ല. ഇതൊരു ഫുൾ ബാറാണ്. അപ്പൊ ഇതിന്റെ ഓണർ ഇവിടെ വരാറുണ്ടോ? പുള്ളി എല്ലാം ഡിസംബറിൽ വരും. പിന്നെ വരുന്നത് ജൂണിൽ വരും. എന്റെ അമ്മ, കിടിലൻ വ്യൂ ആട്ടോ അവിടെ. അപ്പൊ ഈ പൂളൊക്കെ ഫുൾ ടൈം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ഇടും അല്ലേ? ഞങ്ങൾ കോർഡിനേഷനും ഞാനല്ലേ ചെയ്യുന്നത്. ഓക്കെ, ശരി, അടിപൊളി. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീടെന്ന് പറയുന്നത്. ഈ വീട് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് മുമ്പിൽ ഒരു പ്രൈവറ്റ് ബീച്ച്. ആഹാ, നല്ല അടിപൊളി ഒരു ബീച്ച്. അപ്പുറത്തൊക്കെ ഇതേപോലത്തെ ബംഗ്ലാവുകൾ വേറെ ഉണ്ട്. ഈ കാണുന്ന ഈ സ്ഥലമാണ് ഈ രാജ്യത്തിൻ്റെ പ്രൊവിഡൻഷ്യൽസ് എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത്. പിന്നെ ഇതിനപ്പുറത്തോട്ട് നമുക്ക് അങ്ങ് ദൂരെ ആ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഐലൻഡുകൾ കണ്ടോ, അത് പിന്നെ അങ്ങോട്ട് കണക്റ്റഡ് അല്ല. പിന്നെ കെയ്ക്കോസ് ഐലൻഡിലേക്ക് പിന്നെ പോകുന്നതാണ്. അത് ഇവിടുന്ന് ഫെറിയും പിന്നെ സ്പീഡ് ബോട്ടും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ആ ഒരറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വലിയ വലിയ പണക്കാരുടെ ഇതുപോലെയുള്ള ധാരാളം സമ്മർ ഹൗസുകളും ബീച്ച് ഹൗസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഇവരുടെ പൂളാണ് ഇഷ്ടപ്പെട്ടത്. നല്ല ഇൻഫിനിറ്റി വ്യൂ പൂള് ആണല്ലേ? ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പൂളിലൊക്കെ ചാടാറുണ്ടോ? ക്ലീൻ ചെയ്യാൻ വേണ്ടി ചാടുമല്ലേ? ആണല്ലേ? ആ ശരി, ഓക്കെ. സംഭവം കൊള്ളാം. ഫുള്ള് നീറ്റായിട്ട് ഇങ്ങനെ നടക്കും അല്ലേ? അടിപൊളി. ഇതെന്തിനാ ഇതിവിടെ വെച്ചേക്കുന്നത്? ആണോ? ഓക്കെ. ഭയങ്കര രസമാണ് കേട്ടോ. ഇതിങ്ങനെ ഇതിന്റെ ഏരിയൽ വ്യൂ ഭയങ്കര ബ്യൂട്ടിയാണ്. നോർത്ത് വെസ്റ്റ് പോയിന്റ് അതാണ്, വേറെ റെന്റാണ് അതാ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ അവിടെ നിങ്ങൾ ബ്ലൂ ഹിൽസ് ചേട്ടന്റെ വീട് എവിടെയാണ്? എയർപോർട്ട് അവിടെ അല്ലേ? എയർപോർട്ട് അവിടെ നമ്മൾ താമസിക്കുന്നത് അവിടെ അവിടെ അല്ലേ? അത് ശരി.
ഓക്കെ. സൺസെറ്റ് ഇവിടെയാണ്, അടിപൊളി ഇവിടെ ഒരു തവണ മറ്റേ അബ്ബാനിയുടെ മോളുണ്ടായിരുന്നു, മുകേഷ് അബ്ബാനി, അവനും അവന്റെ ഗേൾ ഫ്രണ്ടും. അപ്പൊ അവരുടെ ഫ്ലൈറ്റ് ഞാൻ അന്ന് എയർപോർട്ടിൽ ഞാൻ ഹാൻഡിൽ ചെയ്തു. അപ്പൊ പൈലറ്റ് ഒരു ആന്ധ്രക്കാരനായിരുന്നു, ഫ്ലൈറ്റ് അറ്റൻഡും അവരൊക്കെ ആന്ധ്രക്കാരായിരുന്നു. അപ്പൊ ഫ്ലൈറ്റ് അറ്റൻഡ് എനിക്ക് എന്ന് ചോദിച്ചു എന്നെ കണ്ടു, അത് വെച്ച് ഞാൻ ഒരു കൺട്രിയിലും ചെല്ലുമ്പോൾ ഒരാളുണ്ടാവില്ല എന്ന് വെച്ച് അപ്പൊ നിങ്ങളെ കമ്മ്യൂണിറ്റി ഭയങ്കര ഹൈ. അയ്യോ, ഞാൻ ഇന്ന് രസമല്ലേ, ഇന്ന് ഞാൻ നമ്മുടെ നാസ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി ഒരു ഡങ്കിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ നിൽക്കാൻ നേരം ഒരാൾ വന്നിട്ട് സുജിത് ഭക്തനല്ലേ ചോദിച്ചോട്ടെ, അതാണ് അവര് ഫാമിലി. എന്നിട്ട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് അവിടെ ഒരു ചേട്ടൻ, അതെ, ചെറിയ അച്ഛൻ. നമ്മൾ ഇനിയിപ്പോൾ കരിക്കിടാൻ വേണ്ടി പോവാണ്. ഇവിടെ തെങ്ങില് കരിക്കുണ്ട്. അപ്പോൾ ചേട്ടൻ എന്തായാലും വന്നപ്പോഴത്തേക്കിനും നമുക്ക് പച്ചവെള്ളമല്ലേ തന്നെ, അത് പച്ചവെള്ളം തന്ന് വിടാൻ വയ്യ, കരിക്ക് തരാമെന്നും പറഞ്ഞ് ഞങ്ങൾ കരിക്കിടാൻ വേണ്ടി പോവാ. ഇവിടെ വേറെ പൂളോ? ഇതാർക്കുള്ള പൂളാ? ഇവിടെയാണോ താമസിക്കുന്നേ? ശരി, ഇത് നിങ്ങളുടെ പൂളാ? ഇത് ഗസ്റ്റ് ഹൗസിന്, ഇത് ഗസ്റ്റ് ഹൗസ് ആണ്, ഗസ്റ്റ് ഹൗസിനുള്ള പൂള്. അങ്ങനെ നമ്മള് ടർക്സ് ആൻഡ് കൈക്കോസി വന്നിട്ട് കരിക്കിടുകയാണ്. വാ, എന്തല്ലേ? യെസ്, വാവ്, പൊളിച്ച്. താങ്ക് യു സോ മച്ച്. സ്ട്രോ ഉണ്ടോ? ഇല്ലല്ലോ, സ്ട്രോ ഇല്ലല്ലോ. പണ്ടൊന്നും ആൾക്കാർ സ്ട്രോ ഇല്ലാണ്ടല്ലേ കുടിച്ചോണ്ടിരുന്നത്. ഈ ഐലൻഡിലെ ആദിമ മനുഷ്യരൊക്കെ സ്ട്രോ ഇല്ലാണ്ടല്ലേ കുടിച്ചോണ്ടിരുന്നത്. സ്ട്രോ ഒന്നും വേണ്ട, നമുക്ക് അല്ലാണ്ട് കുടിക്കാം. കോക്കനട്ട് കാണിച്ചു കൊടുത്തേക്കാം. കരീബിയനിലും കോക്കനട്ട് ഉണ്ട്, ടർക്സ് ആൻഡ് കൈക്കോസിലും കോക്കനട്ട് ഉണ്ടോ? ഉണ്ടോ? രണ്ടെണ്ണം കോക്കനട്ട് കുടിച്ച് വെക്കുന്നത് പറഞ്ഞാൽ രണ്ടുപേര് കോക്കനട്ട് കുടിച്ച് വെക്കുന്നത്. ക്യാമറ കിട്ടിയപ്പോ വ്ലോഗ് ചെയ്യുന്നുണ്ടോ? ചേട്ടാ കൊള്ളാലോ, സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുക. ലിവിങ് അലോൺ ഇൻ എന്താ പറയാ, അല്ല, ടർക്സ് ആൻഡ് കൈക്കോസിലെ കാര്യസ്ഥൻ എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ചേട്ടാ, ഹിറ്റാവും. കാര്യമായിട്ട് പറഞ്ഞ ചേട്ടന്റെ ഇവിടുത്തെ ഏകാന്ത ജീവിതം നമുക്ക് വീഡിയോസ് ആക്കി ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കൂ. ഓ വാവ്, അമേരിക്കയിലൊക്കെ ആൾക്കാർ കറിവേപ്പില കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുവാ. ഇത് മറ്റേ വേപ്പാണോ? അല്ലല്ല, ചെമ്പരത്തി, പിന്നെ എല്ലാ ടൈപ്പ് കൃഷിയുണ്ടല്ലോ ഇവിടെ. ഇത് കറിവേപ്പില, അപ്പുറത്ത് വേപ്പ് നിൽക്കുന്നു. പക്ഷെ അല്ല, ഇതൊക്കെ ശരിക്കും ഈ ഐലൻഡിലെ അല്ല കേട്ടോ, ഇതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന നാട്ടായിരിക്കില്ലേ പലതും. വാഴ, തെങ്ങൊക്കെ ഓക്കെ, പക്ഷെ ബാക്കിയുള്ളതൊക്കെ പലതും പുറത്തുനിന്ന് വന്ന സാധനങ്ങളല്ലേ. വലിയ മുരിങ്ങയുണ്ട്, ചേമ്പുണ്ട്, എല്ലാം ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ശരി ചേട്ടാ, ഞങ്ങൾ നീങ്ങട്ടെ, കാണാം, പിന്നെ കാണാം. നമുക്ക് എന്തെങ്കിലും ചെയ്യാമേ, കാണാം, ഇനിയും കാണാമല്ലോ. ഡ്രോൺ എടുത്തു വണ്ടിക്കകത്ത് വെച്ച്. ഓക്കെ, ബൈ, തീർച്ചയായും കാണാം. നമസ്കാരം. ഞാൻ പറയുമായിരുന്നു വന്നപ്പോൾ ഈ പരിസരത്ത് ഏറ്റവും വലിയ മതിലുള്ള വീട് നിങ്ങളെ ആണെന്ന് പറയുമായിരുന്നു. ഹായ്, ഹൗ ആർ യു? ഇത് കേക്ക് ഫോർ യു. ഹൗ ആർ യു? ഒരു ഷേക്കാൻ തരുമോ? അയ്യേ, കയ്യിൽ എന്തുവാ? ക്ലേ ആണോ? എന്താ പേര്? എന്താ? ഡന. ഓക്കെ, ഹായ്, ഹൗ ആർ യു? എന്താ പേര്? ഡാൻ. ഹായ്, ഹൗ ആർ യു? എന്താ പേര്? ജോസ്ഫിൻ. ഡാൻ അല്ലേ? അങ്ങനല്ലേ? യെസ്. ഇത് വൈഫിന്റെ അമ്മയാണല്ലേ? നമ്മുടെ പേരെന്താ? ആനി. നമ്മളിവിടെ വന്നിട്ട് ചോറ്, പിന്നെ ഇതെന്താ ഇത്? സാമ്പാറോ പരിപ്പോ? സാമ്പാർ, മുതിര, പപ്പടം. ആഹാ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ഫുഡ്. അടിപൊളി ഫുഡായിരുന്നു. നല്ല വ്യത്യസ്തമായ സാമ്പാറും മുതിരയും. എന്നാ പിന്നെ ഞാൻ ഇഡ്ഡലി കഴിച്ചേനെ. കുഴപ്പമില്ല, പിന്നെ കഴിക്കാം, നാളെ കഴിക്കാം, രാവിലെ വന്ന് കഴിക്കാം. ശരി, ഇഡ്ഡലിയും ദോശ കിട്ടിയാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട, 3 നേരം അത് കഴിക്കും. അങ്ങനത്തെ ആളാണ് ഞാൻ. ഹലോ, എന്താണ് വരുന്നോ? എവിടെ? പുള്ളി വരുന്നത് ചോദിച്ചാൽ ഞാൻ വരാമെന്ന്. എങ്ങോട്ടാ അറിയത്തില്ലല്ലോ. ഇയാള് ഇവിടുത്തെ തരണേ. ഓക്കെ, എനിക്കൊന്ന് ഇയാൾ ഇത് അപ്പാർട്ട്മെന്റ് പോലെ പണിതിട്ട് ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കുമായിരിക്കും. ഇത് നമ്മൾ ബീച്ച് സൈഡാണ്. ഇത് സ്കൂളാണോ? നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചാണല്ലോ. ഇത് ഇവിടെ ഇറങ്ങി നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇറ്റ്സ് സേഫ് റൈറ്റ് ടു ഗോ അറൗണ്ട് ഇൻ ദിസ് ഏരിയ, റൈറ്റ്? ഓക്കെ. The restaurants are good to walk, but you can make it if you want. Don't do it in the dark, just
because there's not much street light from that point to that point. ഓക്കെ താങ്ക് യു. ഓക്കെ Alright, man. Enjoy your stay. താങ്ക് യു. കൊള്ളാം, ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. ബാത്റൂം ഇതാണോ ബാത്റൂം? ഓക്കെ, ഫോട്ടോയിൽ കാണുമ്പോൾ ഭയങ്കര വലിപ്പം തോന്നുന്നു. ഞാൻ വിചാരിച്ചു വലിയ മുറിയാണ്, ജസ്റ്റ് ഒരു സാധാരണ മുറി. പക്ഷേ ഓക്കെ ഗുഡ്. ഇതാണ് അപ്പോൾ ഞാൻ 2 ദിവസം താമസിക്കുന്നതിന് വേണ്ടി റൂം ബുക്ക് ചെയ്ത എയർബിഎൻബി എന്ന് പറയുന്നത്. ഇതിന് 20,000 രൂപയാണ് 2 ദിവസത്തേക്ക് എൻ്റെ ചാർജ് എന്ന് പറയുന്നത്. എയർബിഎൻബിയിൽ കാണേണ്ടപ്പോൾ വലിയ ഫോട്ടോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ചെറിയ റൂമാണ്. ഇവിടെ 2-3 മാഗസിനും മറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നീറ്റാണ്, ക്ലീൻ ആണ്. പിന്നെ AC ഉണ്ട്, തണുത്ത് വരണം, ഫാനുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കിച്ചൺ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പാചകം ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ റെഫ്രിജറേറ്ററും മൈക്രോവേവും പിന്നെ ഒരു TV യുടെ മേളിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം ഈസ് ഓൾസോ നീറ്റ് ആൻഡ് ക്ലീൻ. ടവൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 പേർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ക്ലോസറ്റ്. ഇവിടെ ടവൽസ് ഇവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അയൺ ബോക്സ് ഉണ്ട്, പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബീച്ച് ഈസ് വെരി നിയർ. പിന്നെ എന്താ പറയുക, ജോബി ചേട്ടൻ ഭയങ്കര എന്നെ ഒത്തിരി പേടിപ്പിച്ചു. ലൈക്ക് ഇവിടെ അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തത്. ഇവിടെ സേഫ് അല്ല. സേഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി പ്രോബ്ലംസും പിന്നെ ഈ ഹൈറ്റിയിൽ നിന്ന് വന്ന കുറേ ആൾക്കാരുടെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ ബി കെയർഫുൾ. രാത്രിയിലൊന്നും പുറത്തിറങ്ങരുത് ഒറ്റയ്ക്ക്. പിന്നെ ഒറ്റയ്ക്ക് പുറത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം. ആൾക്കാർ ഒന്ന് റോബ് ചെയ്യും. ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഐലൻഡിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. സോ ദാറ്റ് സർപ്രൈസ് മീ എ ലോട്ട്. എന്തായാലും പുള്ളി ഇപ്പോൾ വീട്ടിൽ പോയി. പുള്ളി ഇവിടെ ജസ്റ്റ് 1 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ ബുക്ക് ചെയ്ത എയർബിഎൻബി ഈസ് വെരി ക്ലോസ് ടു ഹിസ് ഹൗസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയ പോലെ ഒന്നുമല്ല ഈ രാജ്യം. ഈസ് എൻ്റെ ഡിഫറെൻറ്റ്. നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാവുന്ന ഐലൻഡുകളൊക്കെ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ഐലൻഡുകൾ. ഇപ്പോൾ ലക്ഷദ്വീപ് നമുക്കറിയാം. ലക്ഷദ്വീപിൽ വലിയ ക്രൈമൊന്നുമില്ല. ആൻഡമാൻ അവിടെയും വലിയ ക്രൈമൊന്നുമില്ല. പിന്നെ തായ്ലൻഡിൽ പോയാലും ഇന്തോനേഷ്യ പോയാലും അവിടുത്തെ ഐലൻഡുകളൊക്കെ വളരെ പീസാണ്, കാമാണ്, ക്വയറ്റാണ്. പക്ഷേ ഈവൻ ബഹാമസ് പോലും ഇറ്റ് വാസ് റിയലി ഗുഡ്. അവിടെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. ഇപ്പോൾ നമ്മൾ ബർമുഡ കണ്ടു. നിങ്ങൾ തന്നെ വീഡിയോ ശരിയായിട്ട് കാണുന്നവർക്കറിയാം. നിങ്ങൾ ബർമുഡ കണ്ടു. ബർമുഡയിൽ നിങ്ങൾ കണ്ട ആ ഒരു ചാം അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് ബഹാമസിൽ കണ്ടു കാണത്തില്ല നിങ്ങൾ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രാരാബ്ദം എന്ന് പറഞ്ഞൊരു രാജ്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരിക്കലും ഇതൊരു ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ബ്രിട്ടീഷ് ഓവർസീസ് ടെറിട്ടറി ഉണ്ടോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കിനും ഐ ഫീൽ ആക്ച്വലി സാഡ്. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പം ഇവിടുത്തെ കഥകളെ പറ്റി തന്നെ അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നൊരു രാജ്യമാണ്. അത് ശരിയാണ്. ഇപ്പം ചേട്ടൻ തന്നെ കുറേ കഥകൾ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ സ്ട്രീറ്റിൽ ഗ്യാങ്മാർ നടന്നിട്ട് കുറേ പേര് തട്ടി. പിന്നെ ഈ ഹൈത്തിയിൽ നിന്നും അതേപോലെ തന്നെ ഹൈത്തിയിൽ ഓൾറെഡി ആഭ്യന്തര യുദ്ധം കലാപമൊക്കെ നടക്കുകയാണ്. അവിടുത്തെ ആൾക്കാർ കുറച്ച് ടെററാണ്. അപ്പോൾ അവർ ഇതുപോലുള്ള പല രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറി വന്ന് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ക്രൈമൊക്കെ നടത്തുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ക്രൈം കാരണം ഇവിടുത്തെ ആൾക്കാർ തന്നെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവർ തന്നെ ഇപ്പോൾ ചേട്ടൻ തന്നെ ഇപ്പം 10-20 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളാണ്. സോ തിങ്സ് ആർ ആക്ച്വലി ചേഞ്ചിങ് എ ലോട്ട്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തു. ഞാൻ ഈ സത്യം പറഞ്ഞാൽ ചേട്ടൻ തന്നെ ഈ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ഞാൻ എയർബിഎൻബി ബുക്ക് ചെയ്തത് ചേട്ടൻ്റെ വീടിന് അടുത്തായി പോയി. അതുകൊണ്ട് ചേട്ടന് എനിക്ക് സൗകര്യമായി. ഞാൻ ആക്ച്വലി എനിക്ക് ബീച്ചിൽ പോകണമെന്ന് വരെ ഉണ്ടായിരുന്നു. സോ ഐ ഡിഡ്ന്റ് ഈവൻ ഫീൽ ലൈക്ക് ഗോയിങ് ദെയർ. പേടിയായില്ല എനിക്ക് അത്രയും. ഇപ്പോൾ വൈകിട്ട് രാത്രിയിൽ വന്നപ്പോഴാണെങ്കിലും ലൈക്ക് ഇവിടെ പലരും പറയുന്ന കഥകൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്നു. ചേട്ടാ, ഇങ്ങനെ ഒരു രാജ്യത്ത്, ഇത്രയും ചെറിയൊരു രാജ്യത്ത്, ആകെപ്പാട് 50,000 പേരുള്ള ഈ ഒരു രാജ്യത്ത് ഇത്രയൊക്കെ പ്രശ്നങ്ങളും പറഞ്ഞ പോലെ ഗൺ പോയിന്റിൽ നിർത്തിയ ആൾക്കാരെ ചെയ്യുന്നു. അതേസമയം ടൂറിസ്റ്റ് ഉണ്ട് മറ്റൊരു സ്ഥലത്ത്. ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ബട്ട് റിസോർട്ടുകളിൽ മനസ്സിലായില്ലേ, റിസോർട്ടുകളിൽ യു ആർ സേഫ്. പുറത്തും യു ആർ സേഫ്. ഈ പറഞ്ഞ പോലെ രാത്രിയിൽ വിചിത്രമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാണ്ടിരിക്കുക. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ടൂറിസ്റ്റ് എവിടെ ചെന്നാലും പൊതുവെ കുറച്ച് സേഫ് ആണല്ലോ. അപ്പോൾ അത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ, ഇവിടെ താമസിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ഷോക്ക്.